ഹായ് എവരി വൺ, വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. UPSC NDA എക്സാം 2024, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നാവൽ അക്കാഡമി എക്സാമിനേഷൻ 2024. ഓൾറെഡി +2 എക്സാം ഒക്കെ കഴിഞ്ഞ വിദ്യാർത്ഥികൾ NDA എക്സാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഏപ്രിൽ 21 ഈ വർഷത്തെ ഫസ്റ്റ് NDA എക്സാം നടക്കാൻ പോകുന്നത്. സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ NDA എക്സാമിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. NDA എക്സാമിന് എങ്ങനെ തയ്യാറെടുക്കാം, സിലബസ് എന്തൊക്കെയാണ്, NDA എക്സാം എന്താണ്, എങ്ങനെയൊക്കെയാണ് ഇതിൽ ജോയിൻ ചെയ്യുന്നത്, ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്തൊക്കെയാണ്, നമ്മൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നാഷണൽ ഡിഫൻസ് അക്കാഡമി. നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നാഷണൽ ഡിഫൻസ് അക്കാഡമി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഖടക്വാസ്ലയിലാണ്, പൂനെ, മഹാരാഷ്ട്ര. സോ നമുക്ക് NDA കുറിച്ചുള്ള മറ്റു വിവരങ്ങളിലേക്ക് പോവാം. ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ്, ഈ 3 ഫോഴ്സിലേക്കുള്ള ഓഫീസേഴ്സ് കാഡറ്റ്സിനെയാണ് NDAയിൽ ട്രെയിൻ ചെയ്യുന്നത്. സോ അതിനു വേണ്ടിയിട്ടാണ് NDA എക്സാം വഴി കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് പോവാം. ഇദ്ദേഹത്തെ ഞാൻ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇന്ത്യയുടെ ഫസ്റ്റ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്ത്. മാത്രമല്ല അദ്ദേഹം ഇന്ത്യൻ ആർമിയുടെ ചീഫ് കൂടിയായിരുന്നു. അദ്ദേഹം ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹം NDA നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ കാഡറ്റ് ആയിരുന്ന സമയത്തുള്ള ഫോട്ടോ ആണ് നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ ഡിഫൻസ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലൂടെയാണ്. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റ് ആണ്. മാത്രമല്ല നമുക്കറിയാം ബാലാക്കോട്ട് അറ്റാക്കിന്റെ സമയത്ത് പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ ഫൈറ്റർ ജെറ്റ് ഇദ്ദേഹം വെടിവെച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അത് കഴിഞ്ഞ് ഇദ്ദേഹം ബോർഡർ ക്രോസ് ചെയ്ത് പാകിസ്ഥാനിൽ അവരുടെ കയ്യിൽ പെടുകയുണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ഡിഫൻസ് ഫോഴ്സസ് സ്ട്രോങ് ആയതുകൊണ്ടും ഇന്ത്യയുടെ ഇന്റർനാഷണൽ റിലേഷൻസ് നല്ലതായിരുന്നതുകൊണ്ടും ഇദ്ദേഹത്തെ അവർക്ക് അധിക സമയം പിടിച്ചു വെക്കാൻ പറ്റില്ല. ശക്തമായി ഇദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയുണ്ടായിരുന്നു. സോ ഇദ്ദേഹം ഒരു NDA കാഡറ്റ് ആയിരുന്നു. NDAയിലൂടെയാണ് ഇദ്ദേഹത്തിന്റെ ഡിഫൻസ് കരിയർ സ്റ്റാർട്ട് ചെയ്ത് ഇന്ത്യൻ എയർഫോഴ്സിൽ ഫൈറ്റർ പൈലറ്റ് ആയിട്ട് മാറിയത്. ഓക്കെ, ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ്, ഈ 3 ഫോഴ്സിന്റെയും ചീഫ് ആയിട്ടുള്ള ആൾക്കാരെയാണ്. ഓക്കെ, ജനറൽ മനോജ് പാണ്ഡെ ഇന്ത്യൻ ആർമിയുടെ ചീഫാണ്. അഡ്മിറൽ R ഹരികുമാർ ഇന്ത്യൻ നേവിയുടെ ചീഫാണ്. മാത്രമല്ല മലയാളി കൂടിയാണ്, തിരുവനന്തപുരം സ്വദേശിയാണ്. ഇദ്ദേഹമാണ് വിവേക് രാം ചൗധരി എയർ ചീഫ് മാർഷൽ, എയർഫോഴ്സിന്റെ ചീഫാണ്. സോ ഇവരൊക്കെ NDAയിലൂടെ വന്ന ആൾക്കാരാണ്. സോ നിങ്ങൾക്ക് വലിയൊരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് NDA നാഷണൽ ഡിഫൻസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചീഫ് വരെ ആവാൻ സാധിക്കുന്ന ഒരു പൊസിഷനാണ് നിങ്ങൾക്ക് NDAയിലൂടെയുള്ള നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്താൽ ലഭിക്കാൻ പോകുന്നത്. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. സോ നിങ്ങൾ ആരും ഇത് മിസ് ചെയ്യാതിരിക്കുക. ഇനി നമുക്ക് NDA എക്സാമിന്റെ സെലക്ഷൻ പ്രൊസീജിയർ ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ UPSC റിട്ടേൺ എക്സാം ആണ്. UPSC റിട്ടേൺ എക്സാം, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടന്ന റിട്ടേൺ എക്സാം ആണ് ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത്. ഓക്കെ, സോ UPSC റിട്ടേൺ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കുട്ടികൾക്കാണ് സർവീസസ് സെലക്ഷൻ ബോർഡ് ഇന്റർവ്യൂ, SSB ഇന്റർവ്യൂ, 5 days ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നത്. സോ ആ ഇന്റർവ്യൂ നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. മെഡിക്കൽ ടെസ്റ്റിന് ശേഷം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരും. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത്. UPSC റിട്ടേൺ എക്സാം, സർവീസസ് സെലക്ഷൻ ബോർഡ് ഇന്റർവ്യൂ, മെഡിക്കൽ ടെസ്റ്റ് ആൻഡ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. ഇതാണ് നമ്മുടെ NDA എക്സാമിന്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ. 4 സ്റ്റേജുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, നമുക്കിനി റിട്ടേൺ എക്സാമിനെ കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്യാം. 2 പേപ്പറുകളാണ് ഈ എക്സാമിൽ അടങ്ങിയിരിക്കുന്നത്. പേപ്പർ 1 മാത്തമാറ്റിക്സ് ആൻഡ് പേപ്പർ 2 ജനറൽ എബിലിറ്റി ടെസ്റ്റ്. ഓക്കെ, ഈ 2 പേപ്പറുകളാണ് നിങ്ങൾക്ക് NDA എക്സാമിൽ ഉണ്ടായിരിക്കുക. ഈ 2 പേപ്പർ ഒരു ദിവസം തന്നെയാണ് എക്സാം നടക്കുന്നത്. രാവിലെയും ഉച്ചയ്ക്കുമായിട്ടാണ് എക്സാം ഉണ്ടായിരിക്കുക. ഒരു ദിവസം തന്നെ ഈ 2 പേപ്പർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. രാവിലെ മുതൽ വൈകുന്നേരം വരെ എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ എക്സാമിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോവാം. പേപ്പർ 1 മാത്തമാറ്റിക്സ്. ഓക്കെ, നമുക്ക് നോക്കാം. 120 ക്വസ്റ്റ്യൻസ് ആണ് മാത്തമാറ്റിക്സിൽ ടോട്ടൽ ആ പേപ്പറിൽ വരുന്നത്. 120 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 300 മാർക്സ് ആണ്. ഓക്കെ, 300 മാർക്സ് ആണ് മാത്തമാറ്റിക്സ് പേപ്പറിന്റെ ടോട്ടൽ മാർക്ക്. സോ ഒരു റൈറ്റ് ആൻസറിന് വരുന്നത് 2.5 മാർക്സ് ആണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 0.83 മാർക്ക് നെഗറ്റീവ് ഉണ്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അതുപോലെ തന്നെ ടോട്ടൽ ടൈം, എക്സാമിന്റെ ടോട്ടൽ ടൈം, പേപ്പർ 1 മാത്തമാറ്റിക്സിന്റെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 2.5 hours ആണ്. 2.5 മണിക്കൂറാണ് സമയം വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പേപ്പർ 2 ജനറൽ എബിലിറ്റി ടെസ്റ്റ് നോക്കാം. ഇവിടെ 150 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ 600 മാർക്സ് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ജനറൽ എബിലിറ്റി ടെസ്റ്റിൽ 600 മാർക്സ് ആണ്. അതായത് ഒരു ക്വസ്റ്റിന് 4 മാർക്ക് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ഈ ഏരിയയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നന്നായിട്ട് നോക്കുക. ഇവിടെയും 2.5 hours 2.5 മണിക്കൂർ തന്നെയാണ് ഇവിടെയും സമയം വരുന്നത്. അങ്ങനെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 300 + 600 900 നിങ്ങളുടെ റിട്ടേൺ എക്സാമിന്റെ ടോട്ടൽ മാർക്ക് വരുന്നത്. മാത്രമല്ല നിങ്ങൾ പേപ്പർ 1 മാത്തമാറ്റിക്സിലാണെങ്കിലും പേപ്പർ 2 ജനറൽ എബിലിറ്റി ടെസ്റ്റിലാണെങ്കിലും ഇൻഡിവിജ്വലി 25% മാർക്ക് സ്കോർ ചെയ്യാനുണ്ട്. ഓക്കെ, മിനിമം 25% ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ പേപ്പറിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യത്തുള്ളൂ.
ഇനി നമുക്ക് ജനറൽ എബിലിറ്റി ടെസ്റ്റിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് ഡിവിഷൻസ് ഉണ്ട് സബ്ജക്ട്. അതായത് ഇതിൽ കുറച്ച് സബ്ജക്ട് ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് അടങ്ങിയിട്ടുണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ജനറൽ സയൻസ് ഉണ്ട്, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി ഒക്കെ ചേർന്ന് ജനറൽ നോളജ് ഒരു 40 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ കറണ്ട് അഫയേഴ്സ് ഒരു 10 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ 150 ക്വസ്റ്റ്യൻസിൽ 50 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് എന്ന ചാപ്റ്ററിൽ നിന്നാണ്, ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിൽ നിന്നാണ് ചോദിക്കുന്നത്. ഫിസിക്സിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്, കെമിസ്ട്രിയിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ജനറൽ സയൻസിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, ജനറൽ നോളജ്, ജനറൽ സ്റ്റഡീസിൽ നിന്ന് 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 10 ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സ്, മിലിറ്ററി എക്സസൈസസ്, അതുപോലെ തന്നെ റീസെന്റ് നടന്ന ഓപ്പറേഷൻസ്, ഇതൊക്കെ 10 കറണ്ട് അഫയേഴ്സിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ജനറൽ എബിലിറ്റി ടെസ്റ്റിന്റെ ഒരു ഡിവിഷൻസ് വരുന്നത്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 900 ആണ് നിങ്ങളുടെ NDA റിട്ടേൺ എക്സാമിന്റെ മാർക്ക്. ഇത് കഴിഞ്ഞ് നടക്കാൻ പോകുന്നത് SSB ഇന്റർവ്യൂ ആണ്. SSB ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് 900 മാർക്സ് ആണ്. അങ്ങനെ ടോട്ടൽ 1800 നിങ്ങളുടെ ഫൈനൽ മാർക്ക് വരുന്നത്. ഓക്കെ, 1800 മാർക്കിലാണ് നിങ്ങളുടെ ഫൈനൽ കട്ട് ഓഫ് വരുന്നത്. എക്സാമിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്, ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 900 ആണ്. ഓക്കെ, നമുക്കിനി പ്രീവിയസ്ലി നടന്ന NDA എക്സാംസിന്റെ കട്ട് ഓഫ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. NDA 1 2023 കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ 301, 900 മാർക്കാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അതിന് മുമ്പ് നടന്ന എക്സാമിൽ 316 മാർക്കാണ് കട്ട് ഓഫ്. അതിന് മുമ്പ് നടന്നതിൽ 360, അതിന് മുമ്പ് നടന്നതിൽ 355, അതിനും തൊട്ട് മുമ്പ് നടന്നതിൽ 343. സോ നമ്മൾ ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എപ്പോഴും കട്ട് ഓഫ് വരുന്നത് ഒരു 300 സംതിങ് റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ബിക്കോസ് 900 ഈ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അതായത് 50% മാർക്ക് പോലും വന്നിട്ടില്ല. ഓക്കെ, സോ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ഒരു ഗോൾഡ് മെഡലിസ്റ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് +2 പാസ് ആയ ആളാണോ, ഇതൊന്നും ഇവിടെ മാറ്റർ ചെയ്യുന്നില്ല. +2 നിങ്ങളുടെ പ്രീവിയസ് ഇയർ റെക്കോർഡ്സ് ഒന്നും ഇവിടെ നോക്കുന്നില്ല. നിങ്ങൾ ഈ എക്സാം ക്ലിയർ ചെയ്യുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം. ഓക്കെ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഈ എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഫൈനൽ കട്ട് ഓഫ് 1800 വന്ന കട്ട് ഓഫ് നോക്കുവാണെങ്കിൽ NDA 1 2023 ഫൈനൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് 664 ആണ് ഫൈനൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഓക്കെ, അതുപോലെ NDA 2 2022 കട്ട് ഓഫ് വരുന്നത് 678, 720, 726, 709. ഓക്കെ, ഇത് നിങ്ങളുടെ റിട്ടേൺ എക്സാമിന്റെയും SSB ഇന്റർവ്യൂവിന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള കട്ട് ഓഫ് ആണ് ഫൈനൽ കട്ട് ഓഫിൽ വരുന്നത്. ഓക്കെ, സോ ഏതൊരാൾക്കും ഇത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് ഞങ്ങളുടെ NDA ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്ന ശ്രീരാജ് ആണ്. ശ്രീരാജ് NDA ക്ലിയർ ചെയ്യുകയും അതുപോലെ തന്നെ NDAയിൽ 3 വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിലെ ഹൈദരാബാദിൽ ഇന്ത്യൻ എയർഫോഴ്സ് അക്കാഡമിയിലെ ട്രെയിനിങ്ങിലാണ്, 1 വർഷത്തെ ട്രെയിനിങ്ങിലാണ്. അതിനുശേഷം ഇന്ത്യൻ എയർഫോഴ്സിൽ ഓഫീസറായിട്ട് കമ്മീഷൻ ഉണ്ടാവും, ഫ്ലൈയിങ് ഓഫീസറായിട്ട് കമ്മീഷൻ ഉണ്ടാവും. സോ ഫൈറ്റർ പൈലറ്റ് ആയിട്ടാണ് മാറാൻ പോകുന്നത്. സോ ഇതുപോലെ നിങ്ങൾക്കും NDAയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോച്ചിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിരവധി വിദ്യാർത്ഥികളാണ് വിവിധ കോച്ചിങ് പ്രോഗ്രാമിലൂടെ വിവിധ സേനകളുടെ ഭാഗമായിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഞങ്ങളുടെ NDA കോച്ചിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. NDA എക്സാമിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് ടേം കോച്ചിങ്ങും അതുപോലെ തന്നെ ലോങ് ടേം കോച്ചിങ്ങും ഇപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കോച്ചിങ് പ്രോഗ്രാംസ് ഉണ്ട്. ഓൺലൈനായിട്ട് ആസ്പയർ ഡിഫൻസിന്റെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓഫ്ലൈനായിട്ട് തലശ്ശേരി വിമുക്ത പഠനഭവനിലാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. സോ കോച്ചിങ് പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് വാട്സ്ആപ്പ് നമ്പറായ 8943901234 ഈ നമ്പറിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് ചെയ്യുക. കോച്ചിങ് പ്രോഗ്രാമിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. സോ NDA എക്സാമിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷൻസ്, അപ്ഡേറ്റ്സ്, അഡ്മിറ്റ് കാർഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റ് ഡിഫൻസ് മേഖലയിലെ പുതിയ അപ്ഡേറ്റ്സ്, നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching this video.